പ്രിയമുള്ളവരെ, വചനജ്വാല 1065 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ 31 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു മാസം അവസാനിക്കുകയാണ്. ഈ ഒരു മാസക്കാലം നമുക്ക് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കാം. ഇന്ന് 1 മക്കബായരുടെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഇദുമേയർക്കും അമോന്യർക്കുമെതിരെ 1 മുതലുള്ള വാക്യങ്ങളിൽ വായന തുടരുന്നു. ബലിപീഠം പണിതെന്നും വിശുദ്ധ സ്ഥലം പുനഃപ്രതിഷ്ഠിച്ചെന്നും അറിഞ്ഞപ്പോൾ ചുറ്റുമുള്ള വിജാതീയർ അത്യധികം കുപിതരായി. തങ്ങളുടെ ഇടയിൽ വസിച്ചിരുന്ന യാക്കോബ് വംശജരെ നശിപ്പിക്കാൻ അവർ ഉറച്ചു. ജനത്തെ വധിക്കാനും നശിപ്പിക്കാനും തുടങ്ങി. ഉദുമായിലുള്ള ഏസാവിന്റെ മക്കളെ യൂദാസ് അക്രബത്തനിയിൽ വെച്ച് ആക്രമിച്ചു. കാരണം അവൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ തക്കം നോക്കി കഴിയുകയായിരുന്നു. അവൻ അവർക്ക് കനത്ത ആഘാതമേൽപ്പിച്ചു. അവരെ അപമാനിതരാക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. തന്റെ ജനത്തിനെ കണിയൊരുക്കുകയും പെരുവഴികളിൽ അവർക്കെതിരെ ഒളിപ്പോര് നടത്തുകയും ചെയ്തിരുന്ന ബയാൻ സന്തതികളുടെ ദുഷ്ടതയും യൂദാസ് ഓർമ്മിച്ചു. അവൻ അവരെ അവരുടെ ഗോപുരങ്ങളിൽ അടച്ചു. അവരെ നിശേഷം നശിപ്പിക്കണമെന്നുറച്ചുകൊണ്ട് അവൻ അവർക്കെതിരെ പാളയമടിച്ചു. ഗോപുരങ്ങളെയും അവയിലുണ്ടായിരുന്നവരെയും അഗ്നിക്കിരയാക്കി. പിന്നീട് അവൻ അമോന്യർക്കെതിരെ തിരിഞ്ഞു. തിമോത്തയോസിന്റെ നേതൃത്വത്തിൽ പ്രബലമായ ഒരു സൈന്യത്തെയും വളരെയധികം ആളുകളെയും അവിടെ അവനെ നേരിടേണ്ടി വന്നു. ഒട്ടേറെ യുദ്ധങ്ങൾ ചെയ്ത അവൻ അവരെ നിശേഷം പരാജയപ്പെടുത്തി. യാസേറും ചുറ്റുമുള്ള ഗ്രാമങ്ങളും പിടിച്ചടക്കിയതിനു ശേഷം അവൻ യൂദയായിലേക്ക് മടങ്ങി. ഗിലെയാദിലും ഗലീലിയിലും യുദ്ധം. ഗലീലിയെ വിജാതിയർ തങ്ങളുടെ നാട്ടിൽ വസിച്ചിരുന്ന ഇസ്രായേൽക്കെതിരെ സംഘടിച്ച് അവരെ നശിപ്പിക്കാൻ മാർഗമാരാഞ്ഞു. എന്നാൽ അവർ ദത്തമോ കോട്ടയിൽ അഭയം തേടി. യൂദാസിനും സഹോദരന്മാർക്കും ഇപ്രകാരം ഒരു കത്തയച്ചു: ഞങ്ങളുടെ ചുറ്റുമുള്ള വിജാതിയർ ഞങ്ങളെ നശിപ്പിക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഞങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്ന കോട്ട പിടിച്ചടക്കാനുള്ള ശ്രമത്തിലാണവർ. തിമോത്തയോസാണ് അവരുടെ നേതാവ്. വന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളിൽ വളരെ പേർ ഇതിനകം മരിച്ചു കഴിഞ്ഞു. തോബു ദേശത്തുണ്ടായിരുന്ന ഞങ്ങളുടെ സഹോദരർ എല്ലാം വധിക്കപ്പെട്ടു. ശത്രുക്കൾ അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും പിടിച്ചുകൊണ്ടുപോയി. സ്വത്തുക്കൾ കൈവശപ്പെടുത്തുകയും 1000-ഓളം പേരെ കൊല്ലുകയും ചെയ്തു. ഈ കത്ത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗലീലിയിൽ നിന്ന് കീറിയ വസ്ത്രങ്ങളോടുകൂടിയ വേറെ ചിലർ ദൂതന്മാർ വന്ന് സമാനമായൊരു സന്ദേശം അറിയിച്ചു: ഞങ്ങളെ സമൂലം നശിപ്പിക്കാൻ ടോളാമിയാസ്, ടിയർ, സീദ്രോൻ, ഗലീലി എന്നിവിടങ്ങളിൽ നിന്ന് ആളുകൾ ഒന്നിച്ചണിനിരക്കുന്നു. യൂദാസും ജനങ്ങളും ഈ വാർത്തകൾ കേട്ടയുടനെ ദുരിതമനുഭവിക്കുകയും ശത്രുക്കളുടെ ആക്രമണത്തിനിരയാവുകയും ചെയ്യുന്ന സഹോദരർക്ക് വേണ്ടി എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വലിയൊരു സമ്മേളനം വിളിച്ചുകൂട്ടി. യൂദാ സഹോദരനായ ശിമിയോനോട് പറഞ്ഞു: വേണ്ടത്ര ആളുകളെയും കൂട്ടി ഗലീലിയിൽ ചെന്ന് സഹോദരരെ രക്ഷിക്കുക. ഞാനും സഹോദരൻ ജോനാഥനും ഗിലെയാദിലേക്ക് പോകാം. സക്കറിയായുടെ പുത്രൻ ജോസഫിനെയും നേതാക്കന്മാരിൽ ഒരുവനായ അസറിയായെയും ബാക്കി സേനകളോടും കൂടി യൂദയാക്കാൻ ഏർപ്പാട് ചെയ്തു. അവൻ അവരോട് ആജ്ഞാപിച്ചു: ഈ ജനങ്ങളുടെ മേൽനോട്ടം ഏറ്റെടുക്കുവിൻ. എന്നാൽ ഞങ്ങൾ മടങ്ങി വരുന്നതുവരെ
വിജാതീയരോട് യുദ്ധത്തിൽ ഏർപ്പെടരുത്. അനന്തരം ശിമയോനോടുകൂടെ ഗലീലയിലേക്ക് പോകാൻ 3000 പേരും യൂദാസിനോടുകൂടെ ഗിലെയാദിലേക്ക് 8000 പേരും നിയോഗിക്കപ്പെട്ടു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കേറെ സുപരിചിതനും ഏറെ ഇഷ്ടപ്പെട്ട വിശുദ്ധനുമായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയെ ഓർമ്മിക്കുന്ന ദിവസമാണ്. അവൾക്കും അവനും പുണ്യവതിയും പുണ്യവാനും ആകാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് പുണ്യവാനായിക്കൂടാ എന്ന് ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അവസാനം പുണ്യവാനായി തീർന്ന വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായി യാചിക്കാം. കുലീന മാതാപിതാക്കന്മാരിൽ നിന്നാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ജനിച്ചത്. ഇനീഗോ എന്നായിരുന്നു ആദ്യ നാമം. ചെറുപ്പത്തിൽ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന്റെ ശിക്ഷണമാണ് കൊട്ടാരത്തിൽ ലഭിച്ചത്. യുദ്ധത്തിൽ വെടിയുണ്ടയേറ്റ് 2 കാലും മുറിഞ്ഞു. ഒരു കാൽ നീളം കുറഞ്ഞപ്പോൾ മറ്റേ കാലും ഒടിച്ച് കുറെ കാലം ആശുപത്രിയിൽ കഴിഞ്ഞു. ആ സമയം വിശുദ്ധരുടെയും ക്രിസ്തുവിന്റെയും ജീവചരിത്രം പഠിച്ചു. ഈശോയുടെ സേവനത്തിന് മറിയത്തിനെ തന്നെ സമർപ്പിച്ചു. തുടർന്ന് ബെനഡിക്റ്റൻ ആശ്രമത്തിലും ഡൊമിനിക്കൻ ആശ്രമത്തിലും താമസിച്ചു. പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും ഗ്രന്ഥരചനയിലും മുഴുകി. തുടർന്ന് വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിച്ചു. 11 വർഷം വിവിധ സർവകലാശാലകളിൽ പഠിച്ചു. 2 പ്രാവശ്യം പാഷണ്ടി എന്ന് പറഞ്ഞ് ജയിലിലടച്ചു. 33-ാം വയസ്സിൽ ഇഗ്നേഷ്യസും ഫ്രാൻസിസ് സേവിയറും ഉൾപ്പെടെ 7 പേർ ചേർന്ന് ദാരിദ്ര്യം, കന്യാവ്രതം, അനുസരണം ഈ വ്രതത്രയങ്ങൾ എടുത്ത് ജീവിക്കാനും മാർപ്പാപ്പ പറയുന്ന ജോലി ചെയ്യാനും തീരുമാനിച്ചു. 4 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ ഈശോ സഭ മാർപ്പാപ്പ അംഗീകരിച്ചു. ഇഗ്നേഷ്യസ് സുപ്പീരിയർ ജനറലായി. ഇഗ്നേഷ്യസ് മരിക്കുമ്പോൾ സഭയ്ക്ക് 100 ഭവനങ്ങളും 1000 അംഗങ്ങളും ഉണ്ടായിരുന്നു. CLC സംഘടനയുടെ ആദ്യ ആത്മീയ ആചാര്യനും മധ്യസ്ഥനുമായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും പ്രവേശിക്കാം. എല്ലാവർക്കും നല്ലൊരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു.